രാവിലെ ഉറക്കമുണർന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷം ആണ്. അപ്പൊ സന്തോഷം എന്നാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഇല്ലാതെ ജീവിച്ചാൽ അബദ്ധമാണ്. കാരണം ആ ധാരണയിൽ നല്ല ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ സന്തോഷം വേണം. പല ക്രിമിനൽ കുറ്റങ്ങളും ഒടുവിൽ പോലീസ് പിടിച്ചു, ഇന്നോടത്തിൽ ഇന്ന കാര്യത്തിന് ചെന്നു, അവിടെ വെച്ച് വഴക്കുണ്ടായി, കൊലപാതകം നടന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ ഒടുവിൽ ലോക്കപ്പിലായി. എവിടുന്ന് തുടങ്ങിയേ? സന്തോഷം തേടി ഇറങ്ങിയതാ. സന്തോഷം തേടി ഇറങ്ങിയതാ. അപ്പൊ എനിക്കിപ്പോ സന്തോഷം വേണം. അപ്പൊ എന്തു വേണം വെച്ചാൽ നിങ്ങളൊക്കെ സന്തോഷം എനിക്ക് ഇങ്ങോട്ട് തരണം. വല്ലാത്തൊരു പ്രശ്നം. എനിക്ക് സന്തോഷം വേണം, നിങ്ങളെല്ലാം കൂടി സന്തോഷം എനിക്ക് തരണം. ഓരോരുത്തരും അത് വിചാരിക്കുകയാണ്. എനിക്കിപ്പോ സന്തോഷമില്ല, നാട്ടുകാരെല്ലാം കൂടി എനിക്ക് കുറച്ച് സന്തോഷം തന്ന തിരക്കില്ല, എല്ലാവരും വിചാരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് സ്നേഹം. മൂഡൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ മുതൽക്കേ ഞാൻ മൂഡൌട്ടാ. ധന്യമീ ജീവിതം ഒന്നും കേട്ടില്ല. ഞാൻ മൂഡൌട്ടായിരുന്നു. അതുകൊണ്ട് ഫോണ് ഓണാക്കിയില്ല. ചുറ്റുമുള്ള പശ്ചാത്തലത്തിനോട് സ്നേഹം കുറയുന്നതിന്റെ പേരാണ് മൂഡൌട്ട്. എന്റെ ചുറ്റുമുള്ള ആളുകളോടൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എന്നോടൊന്നും ഇഷ്ടമില്ല. ഇതാണ് മൂഡൌട്ട്. എല്ലാവരും എനിക്ക് സ്നേഹം അങ്ങോട്ട് തരണം. അങ്ങോട്ട് എനിക്ക് സ്നേഹമില്ലല്ലോ കൊടുക്കാൻ. കാണുന്നവരൊക്കെ എനിക്ക് സ്നേഹം തരണം. ഒരു വ്യക്തിയെ കണ്ടു ആ വ്യക്തി എനിക്ക് സ്നേഹം തരണം. സന്തോഷം തരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ സന്തോഷം തരുന്നില്ല. സ്നേഹം തരുന്നുണ്ടോ? സ്നേഹവും തരുന്നില്ല. ഇനി മൂന്നാമത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് സഹായം. ആ സഹായം എന്നുള്ളത് വേറൊരാൾക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നൊരു പരിപാടിയില്ല. ഇവിടുത്തെ ഒരു സാധനം എടുത്തു കൊണ്ടുപോവാൻ 3 തവണ ഒരാളെ നടത്തിക്കും, 1 തവണ അങ്ങോട്ട് കൊണ്ടുപോകില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്നേഹം, സന്തോഷം, സഹായം, ഇത് 3 ഇങ്ങോട്ട് കിട്ടണം. അങ്ങോട്ട് കൊടുക്കുക എന്ന പരിപാടിയില്ല. ഇത് 3 അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ പേരാണ് ദൈവവിശ്വാസം. ഇടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോ ദേഷ്യം വന്നിട്ട് ചൂടായിട്ട് വേറൊരാളെ ചീത്തയൊക്കെ വിളിച്ചതിന് ശേഷം ഒടുവിൽ പറയാം, പിന്നെ ഒരു കാര്യം, ഞാൻ ദൈവവിശ്വാസിയാണ്. ദൈവം എന്നൊരാളുണ്ട്, അയാൾക്ക് കൊടുത്തോളൂ. ദൈവവിശ്വാസത്തിന്റെ ബേസ് രാവിലെ എണീറ്റാൽ കുടുംബത്തില് പലവരും ഫാമിലി ആയിട്ട് കഴിയുന്നവരാണ്. കുടുംബത്തില് മക്കള് ഇങ്ങോട്ട് സ്നേഹം തരണം, പേരക്കുട്ടികൾ ഇങ്ങോട്ട് സന്തോഷം തരണം, നാട്ടുകാരിങ്ങോട്ട്
സന്തോഷം തരണം. നടന്നു പോകുമ്പോ ഓരോരുത്തരുടെ മുഖം കാണണം. ഞെടുങ്ങിയ അലുമിനിയ പത്രം മാതിരിയാ. ഒരുത്തനും ഇല്ല അവിടെ നാട്ടിൽ നല്ലൊരു. ഇതല്ല ശരി. ഇത് മൂന്നും അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. വീട്ടില് ഒരംഗം അരികിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഞാൻ സന്തോഷം കൊടുക്കണം. അതിനെക്കുറിച്ച് ആലോചിക്കണം. സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മിമിക്രി കാണിക്കുക എന്നല്ല. സന്തോഷം കൊടുക്കണമെങ്കിൽ ആദ്യം ഒരു വസ്തു നാം കൊടുക്കണമെങ്കിൽ ആ വസ്തു ആദ്യം നമ്മളിൽ ഉണ്ടാവണ്ടേ. ഇതും ആലോചിക്കണ്ടേ. വലിയൊരു പ്രശ്നമാണ്. നാട്ടുകാർക്ക് ഇപ്പൊ ഒരു സാധനം കൊടുക്കണമെങ്കിൽ ആദ്യം ഞാനിത് കളക്ട് ചെയ്ത് വെച്ചാലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സന്തോഷം എന്നിൽ ഉണ്ടാക്കണം. ഇതൊക്കെ പ്രാവർത്തിക വേദാന്തമാണ് കേട്ടോ. നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റാത്തതും ആരോ എന്തൊക്കെയോ പറഞ്ഞത്. ഭാഗവതം വായന കേൾക്കാൻ പോയപ്പോ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഉറങ്ങി. ഇതല്ല, ഇതൊക്കെ അനുഷ്ഠിക്കാവുന്ന കാര്യമാണ്. സന്തോഷം അവനവനിൽ ക്രിയേറ്റ് ചെയ്താൽ ആ സന്തോഷം കൊടുക്കാൻ കഴിയും. ആ സന്തോഷം കൊടുത്താൽ യാതൊരു സംശയവുമില്ല, ഇങ്ങോട്ട് 100 ഇരട്ടിയായിട്ടാണ് അത് വരിക. സന്തോഷത്തെ സ്വയം സൃഷ്ടിക്കുക, സന്തോഷത്തെ അങ്ങോട്ട് കൊടുക്കുക, 100 ഇരട്ടിയായിട്ട് കിട്ടും. ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ആ കുട്ടികൾ സന്തോഷം കൊണ്ടാ വരിക. ആധാരചക്രങ്ങളൊക്കെ ആ കുട്ടികളുടെ നോർമലാ. മുതിരും തോറും ആധാരചക്രങ്ങൾക്ക് ബ്ലോക്ക് വരും. കുട്ടിയായിരിക്കുമ്പോ അവര് ദൈവം തന്നെയാണ്. ആ കാരണം കൊണ്ടാണ് ദൈവത്തിന്റെ ശ്രീകോവിലുള്ള അമ്പലത്തിലേക്ക് കുട്ടി മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. കുട്ടിയും കൊണ്ട് പോണ്ട. അത്ര ചെറിയ കുട്ടിയെ കൊണ്ട് അമ്പലത്തിൽ പോകരുതെന്ന് പറയാൻ കാരണം ഇതാണ്. കുട്ടികൾ സന്തോഷം ഇങ്ങോട്ട് വരും അവരെ ചിരി കണ്ടാൽ. ചെറിയൊരു കാര്യം അവര് കിട്ടുമ്പോ വലിയ സന്തോഷമാണ്. നമുക്ക് സന്തോഷമില്ല. നല്ല പൈസ ഉള്ള ആളായിരിക്കും, മൂഡൌട്ടാ. ഒരാൾക്കും ഒരു സന്തോഷവും കൊടുക്കില്ല. അങ്ങനെയുള്ളവരെ കാണുമല്ലോ. അവരിൽ സന്തോഷമില്ല, അവരൊരാൾക്കും സന്തോഷം കൊടുക്കുകയില്ല. മുഖത്ത് ചിരി ഉണ്ടാവില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ അമ്മാമയായിപ്പോയി. നിങ്ങൾക്കിപ്പോ ആകെ കുട്ടിമാമ മാത്രമേ ഉള്ളൂ, ഒരമ്മാമേ ഉള്ളൂ. അപ്പൊ അമ്മാമയ്ക്ക് ഇനി കൊടുത്തില്ല കൊണ്ട് അമ്മ പറഞ്ഞിട്ടും ഉണ്ടാവും. വല്ലാതെ പ്രായമായിരിക്കല്ലേ അമ്മാവനൊരു മുണ്ട് വാങ്ങിക്കൊണ്ടു. ആ മുണ്ട് വാങ്ങി വെക്കുമ്പോ അത് വാങ്ങുമ്പോ എന്തെങ്കിലും സന്തോഷമുണ്ടോ അമ്മാവന്? മുഖത്തൊരു ഭാവമില്ല. ഞാൻ അതേമാതിരി അത്ര മുണ്ട് കണ്ടോനാണ് എന്നൊരു വിചാരവും ഉണ്ടാകാം. അവിടെ വച്ചോ. ഇതാണ് ശരി. അവനവനിൽ സന്തോഷം ഉണ്ടാക്കണം. അവനവനിൽ സ്നേഹമുണ്ടാക്കണം. ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞവർക്കൊന്നും അവർക്ക് അവരോട് സ്നേഹമൊന്നുമില്ല. നമുക്ക് ഒട്ടും സ്നേഹമില്ലാത്ത നമ്മളോടാണ്. അത് ഒന്ന് വ്യാഖ്യാനിച്ച് വരുമ്പോ ധന്യമയ ജീവിതത്തിൽ വേറൊരു അത് മാത്രമായിട്ട് എടുത്തു പറയാം. സ്നേഹം എവിടെ സ്നേഹം? ഈ സെല്ലുകൾ അവയവങ്ങളൊക്കെ നമുക്കെതിരല്ലേ, അവയിട്ട് കഷ്ടപ്പെടുത്തിയിട്ട്. അവനവനിൽ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ. ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക, കുട്ടീഷ കഴിക്കണോ കുറച്ച്, അപ്പഴേ ഉണ്ടാവുള്ളൂ. സഹായവും അവനവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കള്ളുടിക്കുക എന്നല്ല അർത്ഥം.
നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും നിങ്ങളുടെ സെല്ലുകളെയും നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? പശ്ചാത്തലങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം കണ്ടുണ്ടോ? പശ്ചാത്തലങ്ങൾ മാറുകയാണ്. ചൂടുകാലം മാറും, തണുപ്പ് കാലം വരും. അവനവന്റെ ബോഡിയെ ഹെൽപ്പ് ചെയ്യണ്ടേ? മിക്കവാറും അസുഖങ്ങൾ ചെവി മൂടാത്തതുകൊണ്ട്. 2-3 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു മഞ്ഞ് കാശ്മീരിലോ ഊട്ടിയിലോ ഉണ്ടായതിനേക്കാൾ മഞ്ഞ് കോഴിക്കോടിലൊരു ദിവസം ഇത് കണ്ടുപിടിച്ചവരാരുമില്ല. ആർക്കും ഇപ്പൊ അതിലും നല്ല ശ്രദ്ധ. ചെറിയ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ചെവി മൂടുന്ന ഒരു തൊപ്പി വെക്കണ്ടേ? ആദ്യം ഈ സഹായം കഴിയുമ്പോ എന്തായി? അന്യരെ സഹായിക്കാനായിട്ട് തോന്നും. സന്തോഷം, സ്നേഹം, സഹായം അവനവനിൽ ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പേരാണ് ദൈവവിശ്വാസം. അതിന് പകരം 2 മണിക്കൂർ ഒരാളെ ചീത്ത വിളിച്ചിട്ട് ഞാനേ ഈശ്വര വിശ്വാസിയ, അവര് വേണ്ട കൊടുത്തോളും, ഈ പറച്ചിലല്ല ദൈവവിശ്വാസം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.